ഞാനുള്ളത് ഇപ്പം ജോഷുവ ട്രീ നാഷണൽ പാർക്ക് കാലിഫോർണിയയിലെ LA ലോസ് ആഞ്ചലസ് എന്നൊരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ ദൂരകലെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശം. ഞാനിത് ഇവിടെ ഈ ബ്ലോഗ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആഹ്, ചുറ്റുപാടും നോക്കി നോക്ക്. എത്ര മനോഹരമായിട്ട് ഇതിനെ ആളുകൾ കാത്തു സൂക്ഷിക്കുന്ന ഈ സ്ഥലം. കാരണം ഞാൻ വരുമ്പം ഒന്ന് ഇങ്ങോട്ട് വരുവോ ടുബായ്? ഇവിടുത്തെ ഈ സൗകര്യങ്ങളെ പറ്റി ഒന്ന് ബേസിക്കലി കാണിച്ചു തരിക. അതായത് ഒരു ആഹ്, ലൊക്കേഷൻ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. ആ സ്പോട്ടിനെ എങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാം. ജനങ്ങളുടെ ഒരു പ്രതിബദ്ധത. സർക്കാരിന് എല്ലാ കാര്യങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം സർക്കാരിന് ഒരു പരിധി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ സമയവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു എഫിഷ്യൻസിയും. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സ്പോട്ട് ആഹ്, എങ്ങോട്ട് വന്നേ ഇവിടെ ഇവിടെ മനോഹരമായിട്ടുള്ള പാറകളുടെ മുകളിൽ ആളുകൾ ഈ റോക്ക് ക്ലൈംബിംഗ് അല്ലേ, റോക്ക് ക്ലൈംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള സൗകര്യം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതെനിക്കിത് ഇതൊരു എൻ്റെ വെള്ളം കുടിച്ചൊരു ആഹ്, ബോക്സ് ഇതാണ്. കപ്പാണ്. ഇതെനിക്ക് കളയണം. ഇത് കളയാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവർ ദീർഘവീക്ഷണം, അതായത് ഇപ്പം എനിക്ക് വേണമെങ്കിൽ സാധനം വേണമെങ്കിൽ ഇത് വലിച്ചെറിയാം. അത് എൻ്റെ ചോയ്സാണ്. പക്ഷേ നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ ബേസിക് ആയിട്ടുള്ള സൗകര്യം അത് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇവിടെ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടോ, നമ്മളിവിടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. എങ്ങനെ എവിടെ എവിടെ ഞാനിപ്പോൾ ഇതിവിടെ കളയാൻ പോവാണ്. പ്രൊപ്പൻ ബോട്ടിൽ അവർ കളഞ്ഞിവിടെ ഇവിടെ ഇട്ട് കളഞ്ഞു. ഇവിടെ ഒരു ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ബേസിക്കായിട്ട് വേണ്ട ബാത്റൂം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ബാത്റൂം സൗകര്യങ്ങൾ ഇവിടെ വേണ്ടവർക്ക് കൊടുക്കുന്നു. പിന്നെ ഞാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ സുഹൃത്തിന് അദ്ദേഹത്തിന് വേസ്റ്റ് കളയണം. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പറയൂ. അതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഒരു ഒരു ഒരല്പം പോലും ഇവിടെ വേസ്റ്റ് ഇല്ലാന്ന്. ജനങ്ങൾ എത്രമാത്രം പൗരന്മാരുടെ ബോധവാന്മാരാണ് പൗരന്മാർ. ഇവിടെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഈ കണ്ടോ ഇവിടെ ഗ്രിൽ സ്പേസ് എന്ന് പറയും. ഇവിടെ നമുക്ക് ഇവിടെ ഗ്രിൽ ചെയ്ത് കഴിക്കാം. കണ്ടോ ഇവിടെ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് വരാം. വെറും മിനിമം എൻട്രി ഒരു $10 കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 പേർക്ക് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ വരിക, ഇവിടെ വന്നിട്ട് ഈ കോള് കൊണ്ടുവരിക, ഇത് വൃത്തിയാക്കുക, ബാർബിക്യൂ ചെയ്യാം സൗകര്യങ്ങൾ. അതിനുശേഷം അവർക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ടേബിൾ ഉണ്ടോ, ടേബിൾ ഒരു പുറത്ത് ഈ പറയുന്ന ഒരു 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 ബർത്ത്ഡേ ആഘോഷമോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വീട്ടിലെ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ വേറെ എവിടെയും പോകണ്ട. അവിടെ ഇരിക്കുക, എല്ലാവർക്കും പരടെ മുകളിൽ ഇരിക്കാം. പരടെ മുകളിൽ കയറേണ്ടവർക്ക് പരടെ മുകളിൽ ഒന്ന് കാണിച്ചു കൊടുത്ത് പോയി അവിടെ കയറേണ്ടവർക്ക് കയറാം. ഒരു എൻ്റർടൈൻമെൻറ്റ് കുട്ടികളൊക്കെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും അതിമനോഹരമായ സ്ഥലം. ഇതാണ് ഇതാണ് ആക്ച്വലി ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സന്തോഷ് പുള്ളിനെ പറയാറില്ലേ, ടൂറിസം എന്ന് പറഞ്ഞാൽ 1 കിലോ ചിക്കൻ വാങ്ങിച്ച് ഒരു മാക്ഡോൾസും വാങ്ങിച്ച് മൂന്നാറിൽ പോകുന്നതല്ല ടൂറിസം. ഇതേപോലെ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്ത് സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കണം. കൊടുത്ത് അത് പരിപാലിക്കാനുള്ള ഒരു മിനിമം ഒരു 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 കോമൺ സെൻസും ആൾക്കാർക്കും വേണം. ഒറ്റ മിനിറ്റ്.